അക്ഷരസ്നേഹികൾ കാത്തിരുന്ന 4ാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് ഇന്ന് തലസ്ഥാനത്ത് തുടക്കമായി. ലോകോത്തര സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകരും അണിനിരക്കുന്ന മേള ജനുവരി 13 വരെ നിയമസഭാ സമുച്ചയത്തിൽ നടക്കും. ഇന്ന് രാവിലെ 11 നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്പീക്കർ എൻ ഷംസീർ അധ്യക്ഷത വഹിച്ചു. ബുക്കർ പ്രൈസ് വിന്നർ ബാനു മുസ്താഖ്, കോമൺവെൽത്ത് പാർലമെന്റിന്റെ പ്രസിഡന്റ് ഡോക്ടർ ക്രിസ്റ്റഫർ കലീലിയോ, അദ്ദേഹം സാംബിയയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നടന്ന 3 എഡിഷന് വ്യത്യസ്തമായി പ്രസാധകന്മാരുടെ എണ്ണത്തിലും സ്റ്റാളിൽ എണ്ണത്തിലും വർദ്ധിക്കും. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ടോക്ക് ഷോ ഉൾപ്പെടെ പലതും ഈ ബുക്ക് ഫെസ്റ്റിവലിന്റെ ഭാഗം ഒരുക്കിയിട്ടുണ്ട്. ആധുനിക മലയാള സാഹിത്യത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകിയ NS മാധവന് ഈ വർഷത്തെ നിയമസഭാ പുരസ്കാരം ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിച്ചു. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ക്രിസ്റ്റഫർ കെ കലീല, 2025 ബുക്കർ പ്രൈസ് ജേതാവ് ബാനു മുക്താഫ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. മുൻ പതിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കൂടുതൽ പ്രസാധകരും സ്റ്റാളുകളും മേളയുടെ ഭാഗമാണെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന തെയ്യം ഇത്തവണത്തെ പുസ്തകോത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ്. തിരുവനന്തപുരത്തുള്ളവർക്ക് തെയ്യം നേരിട്ട് കാണാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുങ്ങുന്നതെന്നും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ എക്സ്ക്ലൂസീവ് സാംസ്കാരിക പരിപാടികൾ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ ദിവസവും വൈകുന്നേരം ചാനലുകൾ ഒരുക്കുന്ന എക്സ്ക്ലൂസീവ് കൾച്ചറൽ ഇവന്റ് ഉണ്ട്. അതോടൊപ്പം ഈ ഫെസ്റ്റിവലിൽ ആദ്യമായി വടക്കൻ ജില്ലകളിലെ ജനങ്ങൾ മാത്രം കണ്ട തെയ്യം ഇവിടെ എക്സ്ക്ലൂസീവായി ഞങ്ങൾ ആളുകൾക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തെയ്യമാണ് KLIB ബന്ധപ്പെട്ടത്. തിരുവനന്തപുരം.